നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കൊച്ചിയിലെ ഈ സീസണിലെ അവസാന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുള്ളത്. ഏകപക്ഷീയമായ 8 ഗോളിൻ്റെ വിജയം കോമെ പെപ്രയുടെ ഗോളിലൂടെയായിരുന്നല്ലോ. എന്നാൽ പെപ്ര അടിച്ച ആ ഗോൾ പോലെ തന്നെ നിർണായകമായിരുന്നു അവസാന ഘട്ടത്തിലെ ബികാഷ് യൂംനമിൻ്റെ ആ ഒരു ഗോൾ ലൈൻ സേവ്. അതൊരു വല്ലാത്ത സേവായിരുന്നു. കൈ ബൈ മറന്ന് ടീമിനായിട്ട് അവിടെ അദ്ദേഹം ഇടപെടുന്ന കാഴ്ച. അല്ലാത്ത പക്ഷം ഈ വിജയമധുരം പോലും കിട്ടാതെ ആ കളി അവസാനിച്ചേനെ. പലപ്പോഴും ഇത്തരത്തിലുള്ള ഡിസിസീവായിട്ടുള്ള മൊമെൻറ്റുകളിൽ ബ്ലാസ്റ്റേഴ്സിന് പിഴച്ചു പോകുന്നത് നമ്മൾ കാണാറുണ്ട്, പ്രത്യേകിച്ച് ഡിഫൻസിലെ താരങ്ങൾക്ക്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. 86-ാമത്തെ മിനിറ്റിൽ കളിക്കളത്തിലേക്ക് വന്ന ബികാഷ് യൂംനം അവസാന ഘട്ടത്തിലെ ആ ഒരു ഗോൾ ലൈൻ സേവ് നടത്തുന്നു. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അത് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ആ ഘട്ടത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഓരോ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും അതിൽ പംഡപ്പായിട്ട് താരത്തെ വന്ന് അഭിനന്ദിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടില്ലേ? യെസ്, ബികാഷ് യൂംനമിനെ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ഭാവിയിലേക്ക് തന്നെയാണ്. ഭാവിയിൽ ഇതേ ആറ്റിറ്റ്യൂഡിലാണ് പയ്യൻ കളിക്കുന്നതെങ്കിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് മുതൽക്കൂട്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ ഇത് ഡ്യൂസൻ ലഗാതൂർ, അദ്ദേഹവും ഭാവിയിലേക്ക് ഒരു പക്ഷേ അടുത്ത സീസണിലൊക്കെ ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമാകുന്ന പ്രകടനം നടത്തിയേക്കുമെന്നുള്ളതിൻ്റെ സൂചനകൾ കൂടി ലഭിക്കുന്നു. ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 47 പാസുകൾ കൊടുത്തതിൽ 44 ആക്യുറേറ്റ് ആണ്, 94% പാസിംഗ് ആക്യുറസി. 6 ലോങ് ബോളുകൾ കൊടുത്തു, അതിൽ 6 ലക്ഷ്യത്തിലെത്തുന്ന കാഴ്ച. അവിടെയും 100% ആക്യുറസിയാണ് കാണാൻ കഴിഞ്ഞത്. അപ്പം തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷ വെക്കാവുന്ന ഒരു താരമാണ് ഡ്യൂസൻ ലഗാതോർ. ഈ 2 സൈനിങ്ങളിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് പിഴച്ചിട്ടില്ല. ഭാവിയിലേക്ക് അവർ മുതൽക്കൂട്ടാവുമെന്ന് പ്രതീക്ഷിക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.